ഈ 30 ലക്ഷം ജനങ്ങൾ 30 ലക്ഷം ജനങ്ങളെ വെറും 10 പേര് വിചാരിച്ചപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി? അവരുടെ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിപ്പിക്കാൻ പറ്റി. അവരാരും സാധാരണക്കാരല്ല. കനാൻ ദേശവുമായി ബന്ധപ്പെട്ട് അടുത്ത് വന്ന് നിൽക്കുക. എന്തെല്ലാം അത്ഭുതങ്ങളെ കണ്ടു. ഇവരെ തകർക്കാൻ, ഇവരുടെ വാഗ്ദത്തം നശിപ്പിക്കാൻ വേണ്ടി എത്ര രാജ്യങ്ങൾ എഴുന്നേറ്റു. അവരെയെല്ലാം തകർത്ത് കളഞ്ഞ വീരനായ ദൈവം അവരുടെ മധ്യത്തിൽ മേഘസ്തംഭവും അഗ്നിസ്തംഭമായി നടക്കുമ്പോൾ ആ ജനത്തിന്റെ ഇടയിൽ വെറും 10 പേര് വിചാരിച്ചപ്പോൾ ഇത്ര ലക്ഷം ജനങ്ങളുടെ ഹൃദയത്തെ ഉരുക്കി, അവരെ പേടി തൊണ്ടന്മാരാക്കി, അവരെ ദർശനത്തിൽ നിന്ന് പുറകോട്ട് വലിച്ച് അവരുടെ വാഗ്ദത്ത ദേശത്തിൽ കയറുന്നതിന് മുമ്പ് പിശാച് അതിനകത്ത് ഒരു കലക്കം അങ്ങ് കലക്കി. പക്ഷെ 2 പേര് വ്യത്യസ്തന്മാരായിരുന്നു. ആളിന്റെ എണ്ണത്തിലും പെരുപ്പത്തിലും അല്ല കാര്യം. ദൈവം പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ആളും വേണ്ട, ഈ 10 വേണ്ട, അതിൽ 2 കൂടെ ഉണ്ടായിരുന്നാൽ മതി. ഒരു 2 പേര് കൂടെ ഉണ്ടായിരുന്നാൽ ദൈവം, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ 5 10 എണ്ണം കൂടുതലാകട്ടെ, പക്ഷെ ഒരാള് മതി ദർശനമുള്ളവൻ, ഒരാള് മതി വെളിപ്പാടുള്ളവൻ, ഒരാള് മതി തീയുള്ളവൻ, ഒരു വ്യക്തി മതി ദർശനം. കൃപ പ്രാപിച്ചവൻ ഒരുത്തൻ മതി. കൃപ പ്രാപിച്ച ഒരുത്തനുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, നിന്നെ ദൈവം അക്കരെ എത്തിക്കും. നീ വാഗ്ദത്തം കാണും, നീ ദേശം പിടിക്കും. നിന്റെ വാഗ്ദത്തം നശിച്ചു പോകത്തില്ല. നിന്റെ കുടുംബത്തെ മുഴുവനും വിടുവിപ്പാൻ നിന്റെ ഭവനത്തിൽ ഒരുത്തൻ മതി.